ഹലോ നമസ്കാരം. അന്നോസ് കിച്ചൺ സ്റ്റോറീസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താണെന്നറിയോ? അപ്പൊ ഞാൻ ഇരുന്നിട്ട് കണ്ടിരുന്ന നിങ്ങൾക്ക് മനസ്സിലായി എന്തോ ഒരു പ്രൊഡക്റ്റും കൊണ്ടാണ് ഇന്നും വന്നിട്ടുള്ളത്. അതെ, ഇന്നും ഞാനൊരു പ്രൊഡക്റ്റും കൊണ്ട് ഞാൻ വന്നിട്ടുള്ളത്. ഒന്നല്ല കേട്ടോ, 2 പ്രൊഡക്റ്റും കൊണ്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അത് ഒരു സ്ഥലത്ത് നിന്നല്ല പർച്ചേസ് ചെയ്തിട്ടുള്ള 2 സ്ഥലത്തു നിന്നായിട്ട് ഓൺലൈൻ പർച്ചേസ് ചെയ്തിട്ടുള്ള 2 പ്രൊഡക്റ്റ് ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ള. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള 2 സാധനങ്ങളാണ് നമ്മളെ കിച്ചൺ ആക്സസറീസിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. അതും കിച്ചണും ഫ്രിഡ്ജ് ആക്സസറീസിലും. അപ്പൊ 2 പ്രൊഡക്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ. അപ്പൊ ഇത് രണ്ടുമാണ് കേട്ടോ നമ്മളെ പ്രൊഡക്റ്റ്. അപ്പൊ ഇത് എവിടുന്നാ പർച്ചേസ് ചെയ്യുന്നത് ഫസ്റ്റ് തന്നെ ഞാൻ പറഞ്ഞുതരാം. ഒന്ന് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് ഫ്ലിപ്കാർട്ടിൽ നിന്നും, ഒന്ന് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് ആമസോണിലുമാണ്. അപ്പൊ ഇത് രണ്ടും നമ്മളെ കിച്ചണിൽ അത്യാവശ്യമായിട്ടുള്ള 2 സാധനങ്ങൾ തന്നെയാണ്. അപ്പൊ അത് എത്ര പൈസക്ക് ഞാൻ പർച്ചേസ് ചെയ്ത എന്താ സാധനം എന്നുള്ളത് നമുക്ക് വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. അൺബോക്സിംഗ് വീഡിയോ ഒന്നല്ല കേട്ടോ, ഞാൻ ഓൾറെഡി അൺബോക്സ് ചെയ്തിട്ട് ചെക്ക് ചെയ്ത സാധനങ്ങളാണ്. വീഡിയോ എടുക്കാൻ ഒരു 2 ദിവസം ലേറ്റ് ആയി പോയതേ ഉള്ളൂ. അപ്പൊ ആദ്യം തന്നെ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരു കണ്ടെയ്നർ ആണ് കാണിച്ചു തരാൻ പോകുന്നത്. ഒന്നല്ല, പീസ് ഓഫ് 6 ആണ് കേട്ടോ. ഇത് 1100 ml ഒരു സ്റ്റോറേജ് കണ്ടെയ്നർ ആണ്. ഇതുപോലെയാണ് ഷേപ്പ് കാണാൻ വേണ്ടിയിട്ട്. ആർട്ടായിട്ടുള്ള ലിഡ് ആണ് ഇതിനുള്ളത്. പ്ലാസ്റ്റിക് ആണ്, ഗ്ലാസ് അല്ല. അടിപൊളിയായിട്ടുള്ള പ്ലെയിൻ കണ്ടെയ്നർ ആണ്. 1 കിലോന്റെ അളവിലുള്ള എല്ലാ ധാന്യങ്ങളായാലും പൊടികളായാലും നമുക്ക് ഈ കണ്ടെയ്നേഴ്സിൽ സ്റ്റോറേജ് ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെ 6 ബോക്സസ് ആണ്, 6 കണ്ടെയ്നേഴ്സ് ആണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഇത് ഞാൻ വാങ്ങിയത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് കേട്ടോ. എല്ലാം നല്ല കണ്ടെയ്നേഴ്സ് ആണ്, എയർടൈറ്റ് ആയിട്ടുള്ള ലിഡ് ആയിരുന്നു. അപ്പൊ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. എന്റെ അടുത്ത് ഗ്ലാസ് കണ്ടെയ്നേഴ്സ് ആണ് ഉണ്ടായത്. അപ്പൊ കുറെ ഞാൻ പ്ലാസ്റ്റിക്കിന്റെ വാങ്ങണം എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ പെട്ടെന്ന് നമുക്കിപ്പോ പൊടികളൊക്കെ ഇട്ട് വെച്ചാലും കൈ തട്ടി വീണാലും പൊട്ടാത്ത തരത്തിലുള്ള പ്ലാസ്റ്റിക് വേണമെന്ന് വെച്ചിട്ട് കുറെ ഞാൻ ഓൺലൈനിൽ നോക്കുന്നുണ്ടായത്. അപ്പൊ അങ്ങനെ കണ്ടിട്ട് ഇതെനിക്കൊരു ഓഫർ പ്രൈസിലാണ് കേട്ടോ കിട്ടിയത്. ഇപ്പൊ നിങ്ങളെല്ലാം വിചാരിക്കുന്നുണ്ട് ഓഫർ പ്രൈസിൽ മാത്രമേ പർച്ചേസ് ചെയ്യുള്ളൂ. ആക്ച്വലി സത്യം തന്നെയാണ്, ഞാൻ ഓഫർ പ്രൈസിൽ മാത്രമേ അധികം ഓൺലൈൻ പർച്ചേസ് നടത്താറുള്ളൂ. അപ്പൊ ഈ 6 കണ്ടെയ്നേഴ്സ് ഞാൻ വാങ്ങിച്ചത് ഫ്ലിപ്കാർട്ടിലാണ്. അപ്പൊ വേണമെങ്കിൽ ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഈ ഓഫർ കഴിഞ്ഞോ എന്നുള്ളത് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല, കാരണം ഈ ഫ്രീഡം ടൈം സെയിൽ ഉണ്ടായിരുന്നല്ലോ, ആ ടൈമാണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഓഫർ പ്രൈസ് എത്രയാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഒരു പീസിന് 58 റുപ്പീസ് വെച്ചിട്ടാണ് ഞാൻ ഈ കണ്ടെയ്നർ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ടോട്ടൽ 6 പീസസ് ആണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അന്ന് എന്താണെന്നറിയില്ല, ഒരു മിഡ് നൈറ്റ് ഒരു 12ന് ശേഷം ഞാനിങ്ങനെ വെറുതെ ഫ്ലിപ്കാർട്ട് സ്ക്രോൾ ചെയ്യുന്ന ടൈം കണ്ടതായിരുന്നു 1 പീസ് 58 എന്ന് കണ്ടിട്ട്. അപ്പൊ അങ്ങനെ ഞാൻ പർച്ചേസ് ചെയ്ത കണ്ടെയ്നേഴ്സ് ആണിത്. അങ്ങനെ 6 കണ്ടെയ്നേഴ്സ് ആണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. 1100 ml ആണ് ഇതിന്റെ കപ്പാസിറ്റി വരുന്നത്. ഇനി അടുത്തത് എന്താണെന്ന് നമുക്ക് നോക്കാം. അടുത്ത ഞാൻ ആമസോണിൽ പർച്ചേസ് ചെയ്തിട്ടുള്ള ഇതേപോലെ ഏറ്റവും അത്യാവശ്യമായിട്ട് നമ്മളെ ഫ്രിഡ്ജ് സ്റ്റോറേജിന് ആവശ്യമുള്ള സാധനമാണ്. ഇത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മള് ഫ്രിഡ്ജിലെ വെജിറ്റബിൾസ് സ്റ്റോറേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കണ്ടെയ്നേഴ്സ് ആണ് കേട്ടോ. കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇത് കണ്ടോ, ഇതിൻ്റെ അകത്ത് ഇതൊക്കെ ഉണ്ട്. ഇതേപോലെ സ്റ്റോർ ചെയ്തിട്ട് ഇതിന് ഒരു ലിഡും ഉണ്ട്, ഒരു മൂടിയും ഉണ്ട്. ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ഓരോരോ റാക്കിലായിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇതും 6 പീസായിട്ടാണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഇതിന് ഓഫറിനൊന്നും കിട്ടിയതല്ല കേട്ടോ. ഇതിന്റെ റെഗുലർ പ്രൈസിന് തന്നെ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് ആമസോണിന്ന്. അങ്ങനെയുള്ള 6 പീസസ് ആണ് ഇതും പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഇത് ഞാൻ കുറേ വാങ്ങണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിയതാണ്, അല്ലാണ്ട് ഓഫറോ സെയിലോ ഒന്നിനും വാങ്ങിയതല്ല. ടോട്ടൽ 6 പീസസ് ആ ഉള്ളത്. എല്ലാത്തിനും എന്താ പറയാ, വാട്ടർ ഡ്രെയിൻ ചെയ്യാനുള്ള നെറ്റൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് ക്യാരറ്റ് ആയാലും തക്കാളി ആയാലും എല്ലാം നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോറേജ് ചെയ്യുന്ന സാധനങ്ങൾ ഇതിനകത്ത് വെച്ചിട്ട് സ്റ്റോർ ചെയ്യാം. അപ്പൊ നമ്മള് കരിവേപ്പിലൊക്കെ പെട്ടെന്ന് വാടാണ്ട് ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ടാവും കണ്ടെയ്നേഴ്സിൽ സ്റ്റോർ ചെയ്യുമ്പോൾ. അതിന് വേണ്ടിയിട്ട് വാങ്ങിയതാട്ടോ ഇത്. അപ്പൊ ഈ കണ്ടെയ്നേഴ്സ് ഞാൻ വാങ്ങിയിട്ടുള്ളത് ആമസോണിലാണ്. ഇത് ഓഫർ പ്രൈസിലൊന്നുമല്ല കിട്ടിയത്. ഞാൻ കുറെ കാലമായിട്ട് വാങ്ങണം എന്ന് വെച്ചിട്ട് വാങ്ങിയൊരു സാധനമാണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 499 ആണ്. 6 പീസസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സാധനമാണ്. ഇത് തന്നെ പല റേറ്റിലും ആമസോണിലുണ്ട്. 499 ഉണ്ട്, 450 ഉണ്ട്, 400 ഉണ്ട്. പക്ഷെ ഈ 499 ആണ് കുറച്ചും കൂടി ക്വാളിറ്റി ആയിട്ടും നല്ല റിവ്യൂ ആയിട്ടും എനിക്ക് ഉണ്ടായത്. അതുകൊണ്ടാണ് ഞാൻ ഈ റേറ്റിന്റെ തന്നെ വാങ്ങിയത്. കാരണം കുറച്ച് ലോങ് ലാസ്റ്റിക് ആയിട്ട് യൂസ് ചെയ്യേണ്ട ഒരു സാധനം ആയതുകൊണ്ടാണ് ആ റിവ്യൂ നോക്കിയിട്ട് ആ റേറ്റിന് വാങ്ങിയത്. കുറച്ച് റേറ്റ് ജാസ്തിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് മാത്രമല്ല പുറത്തുനിന്ന് പക്ഷെങ്കിൽ ഇതിലും റേറ്റിലാണ് ഉണ്ടായത്. 600 ആയിരുന്നു ഞാൻ അന്വേഷിച്ചിട്ടുണ്ടായത്. അപ്പൊ പിന്നെ ആമസോണിൽ ആ റേറ്റ് കണ്ടുകൊണ്ട് ഞാൻ വാങ്ങിയതാണ്.
അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയുണ്ട് എന്റെ ഓൺലൈൻ പർച്ചേസിംഗ് കിച്ചൺ ആക്സസറീസ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് യൂസ്ഫുൾ ആണോ അല്ലയോ എന്ന് കമന്റിൽ പറയാൻ മറന്നു പോകരുത്. ഇതുപോലത്തുള്ള കിച്ചൺ ആക്സസറീസ് ഹാള് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ കമന്റിൽ പറയാ. അതുപോലെ ഈ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമന്റിൽ പറയാൻ മറന്നു പോകരുത്. അപ്പൊ ഇതുപോലത്തെ വീഡിയോസ് വേണ്ടെങ്കിലും കമന്റിൽ പറയാ. ഇതുപോലെ ഞാൻ ഓഫേഴ്സിൽ പർച്ചേസ് ചെയ്യുന്ന വീഡിയോസും അതായത് ഇങ്ങനെ യൂസ്ഫുൾ ആയിട്ടുള്ള കിച്ചൺ ആക്സസറീസിന്റെ വീഡിയോസും നിങ്ങൾക്ക് വേണ്ടെങ്കിൽ കമന്റിൽ പറയാൻ മറന്നു പോകരുത്. അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതുപോലെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാണുന്നുണ്ടെങ്കിൽ ആദ്യം പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് നമ്മൾ വീഡിയോ ഇടുമ്പോൾ തന്നെ അപ്ഡേറ്റ് ആയിട്ട് ലിങ്ക് വരുന്നതായിരിക്കും. അപ്പൊ നമ്മളെ വീഡിയോ ഫസ്റ്റ് തന്നെ കാണാൻ പറ്റും, മിസ്സായി പോവില്ല. അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറന്നു പോകരുത്. ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഉടനെ തന്നെ കാണാം. ബൈ ബൈ.